ആലപ്പുഴ പള്ളിപ്പുറത്തെ സെബാസ്റ്റ്യന്റെ കൊലപാതക പരമ്പരയിൽ കൂടുതൽ ആഴത്തിലുള്ള പരിശോധനകൾക്ക് നീക്കം. ഐഷാവത് കേസ് സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ചിന് നൽകണം എന്ന് ആവശ്യപ്പെട്ട് ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി മോഹനചന്ദ്രൻ സംസ്ഥാന പോലീസ് മേധാവിക്ക് റിപ്പോർട്ട് നൽകി. ഐഷ കേസും ക്രൈംബ്രാഞ്ച് ഉടൻ ഏറ്റെടുത്തേക്കും. നിലവിൽ കേസ് അന്വേഷിക്കുന്നത് ചേർത്തല പോലീസ് ആണ്. വാർത്തയുടെ വിശദാംശങ്ങളുമായി ശരണ്യ ആണ് ചേരുന്നത്. ന്യൂസ് 18 ആയിരുന്നു ഈ വാർത്തയുടെ വിശദാംശങ്ങൾ. അതോടൊപ്പം തന്നെ നിരവധിയായ ആളുകൾ സെബാസ്റ്റ്യനാൽ കൊല്ലപ്പെട്ടു എന്ന വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. അന്വേഷണ സംഘവും അത്തരം കണ്ടെത്തലുകളിലേക്ക് തന്നെ എത്തിയെങ്കിലും ശരണ്യ, നമ്മൾ കഴിഞ്ഞ ദിവസം ആ എക്സ്ക്ലൂസീവ് വാർത്ത പുറത്തുവിട്ടതാണ്. അതായത് ശാസ്ത്രീയ പരിശോധനയടക്കം നടത്തുമ്പോഴും പോലീസിന് ആശാവഹമാകുന്ന തരത്തിൽ മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. ജൈനമ്മയുടെ DNA പരിശോധന മാത്രമാണ് പോസിറ്റീവായിട്ടുള്ളത്, മറ്റെല്ലാം പരാജയപ്പെട്ടൊരു പശ്ചാത്തലം. അപ്പോൾ ഇപ്പോഴത്തെ, അതായത് ഈ പോലീസിനെ സംബന്ധിച്ചിടത്തോളം നിലവിൽ ഉള്ള സംഘത്തിന് ഇതുമായി മുന്നോട്ട് പോകുന്നതിൽ പ്രതിസന്ധിയുണ്ട്. കുറച്ചുകൂടി ശക്തമായ ഒരു അന്വേഷണം ഈ വിഷയത്തിൽ ഉണ്ടാകണം എന്ന് പോലീസ് തന്നെ ആഗ്രഹിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. തീർച്ചയായിട്ടും. അതായത് ഈ കേസുകളിൽ ഇപ്പോൾ ലോക്കൽ പോലീസ് അന്വേഷിക്കുന്നത് ഐഷ കേസ് മാത്രമാണ്. അതായത് ഐഷ വധക്കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസ് ചേർത്തല പോലീസാണ് അന്വേഷിക്കുന്നത്. ആ കേസ് കൂടി ക്രൈംബ്രാഞ്ചിലേക്ക് ഏൽപ്പിക്കണം. അതായത് സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ചാണ് ഇതിൻ്റെ വിവിധ ഗ്രൂപ്പുകളാണ് ഈ കൊലപാതക കേസുകൾ അന്വേഷിച്ചു വരുന്നത്. അതിലൊന്ന് കോട്ടയത്തുള്ള സംഘം അന്വേഷിക്കുന്നു. ഒപ്പം തന്നെ ആലപ്പുഴയിലുള്ള സംഘവും ബിന്ദു പത്മനാഭൻ കേസ് അന്വേഷിക്കുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ചിൻ്റെ ഒരു ടീം അവർ തമ്മിൽ കണക്ട് ചെയ്ത് തന്നെയാണ് ഈ കേസുകളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നത് ചേർത്തല പോലീസ് അന്വേഷിക്കുന്ന ഐഷ വധക്കേസ് ആണ്. അതുകൊണ്ട് ഇത് കൂടുതൽ ആഴത്തിലുള്ള പരിശോധനകൾ, കൂടുതൽ സമഗ്രമായ പരിശോധനകൾ, പ്രത്യേകിച്ച് നമുക്കറിയാം DNA സാമ്പിളുകളുടെ പരിശോധനാ ഫലം നെഗറ്റീവ് ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് കൂടുതൽ ആഴത്തിൽ കാര്യങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ പരിശോധിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നീക്കം കൂടിയാണ് സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ചിന് ഈ കേസ് നൽകണം, അവർ ഏറ്റെടുക്കണം എന്നുള്ള ആവശ്യം ആലപ്പുഴയിലെ ലോക്കൽ പോലീസിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി മോഹനചന്ദ്രൻ ഇക്കാര്യം ചൂണ്ടിക്കാട്ടി സംസ്ഥാന പോലീസ് മേധാവിക്ക് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. മാത്രമല്ല ഒരു തവണ കൂടി സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ചിന്റെ കസ്റ്റഡിയിലേക്ക്, അതായത് ഈ കേസ് അവർക്ക് വിടുകയാണെങ്കിൽ സെബാസ്റ്റ്യനെ ഒരിക്കൽ കൂടി അവർക്ക് സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ചിന്റെ കസ്റ്റഡിയിൽ എടുക്കാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ ഇയാളിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ഇനിയും ചോദിച്ചറിയാനാകും എന്നുള്ളൊരു പ്രതീക്ഷ കൂടി അവർ പങ്കുവെക്കുന്നുണ്ട്. കാരണം നമുക്കറിയാം മറ്റ് കേസുകളിൽ നിന്ന് വ്യത്യസ്തമായി സെബാസ്റ്റ്യനെ കുറെ കൂടി ആഴത്തിൽ പഠിക്കാനായി കഴിഞ്ഞിട്ടുള്ളത് ഇപ്പോൾ ഈ ലാസ്റ്റ് വന്ന ജൈനമ്മ കേസുമായി ബന്ധപ്പെട്ട് അയാൾ കസ്റ്റഡിയിലാവുകയും ബിന്ദു ഐഷ കേസുകൾ കൊലപാതക കേസുകളായി അപ്ഗ്രേഡ് ചെയ്യുകയും ചെയ്ത ഘട്ടത്തിലാണ് ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്യുക. പക്ഷെ അപ്പോഴും ഇവർക്ക് സമയപരിമിതികൾ ഉണ്ടായിരുന്നു. ഇയാളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി അയാൾ അതിനെ ചലഞ്ച് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇതിനകത്ത് ഇനിയും ആഴത്തിൽ വിവരങ്ങൾ തേടേണ്ടതായുണ്ട്. അതുകൊണ്ട് സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ചിലേക്ക് കേസ് ക്രൈംബ്രാഞ്ച് പുതുതായി ഏറ്റെടുത്താൽ അവർക്ക് വീണ്ടും ഇയാളെ കസ്റ്റഡിയിൽ എടുക്കാനായി കഴിയുന്നൊരു സാഹചര്യം ഉണ്ടാവും. അപ്പോൾ കൂടുതൽ വിശദാംശങ്ങൾ തേടാനാകും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ട് എന്നുള്ളതാണ്. നമുക്കറിയാം ഇപ്പോൾ ഈ സെബാസ്റ്റ്യന്റെ പള്ളിപ്പുറത്തെ വീട്ടുവളപ്പിൽ നിന്ന് കിട്ടിയിട്ടുള്ള ശരീരാവശിഷ്ടങ്ങൾ അത് ആരുടേതെന്ന് തെളിയിക്കാൻ കഴിയാത്തൊരു സാഹചര്യം അന്വേഷണ സംഘത്തിനുണ്ട്. കാരണം ജൈനമ്മ കേസിൽ പോലും കിട്ടിയിരിക്കുന്നത് ആ വീടിനകത്തു നിന്ന് കിട്ടിയ രക്തസാമ്പിളുകൾ, കസേരയുടെ അടിയിൽ നിന്നും ശുചിമുറിയുടെ ഭാഗത്തു നിന്നുമൊക്കെ കിട്ടിയ രക്തസാമ്പിളുകൾ പരിശോധിച്ചാണ് ജൈനമ്മയുടെ DNA പ്രൊഫൈലിലേക്ക് അവർക്ക് DNA ജൈനമ്മയുടേതാണ് എന്നുള്ളതിൻ്റെ ആ ഒരു ജൈനമ്മയുടെ രക്തസാമ്പിളുകളാണ് എന്നുള്ളതിൻ്റെ ഒരു കണ്ടെത്തലിലേക്ക് ഇപ്പോൾ സെൻട്രൽ ഫോറൻസിക് സയൻസ് ലബോറട്ടറിക്ക് പോകാൻ കഴിഞ്ഞിട്ടുള്ളത്. പക്ഷേ അയാളുടെ വീട്ടുവളപ്പിൽ നിന്ന് കണ്ടെത്തിയ ഏറ്റവും നിർണായകമായ തെളിവായ ആ ശരീരാവശിഷ്ടങ്ങൾ, അസ്ഥികളിലെ അവശിഷ്ടങ്ങൾ, അത് ആരുടേതെന്ന് കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യം നിലനിൽക്കുന്നു. ഒപ്പം തന്നെ ഈ സമാനമായി ഇയാളുടെ ഒരു ക്രിമിനൽ പശ്ചാത്തലം പരിശോധിക്കുമ്പോൾ സാക്ഷികളായിട്ടുള്ള ആളുകൾ ഇയാളുമായി ഈ കാണാതാകുന്ന സ്ത്രീകൾ ഏറ്റവും ഒടുവിൽ ഇയാളുമായി ബന്ധപ്പെട്ട് നിന്നിരുന്നു എന്ന നിരവധി സാക്ഷിമൊഴികളൊക്കെ അന്വേഷണ സംഘത്തിൽ ലഭ്യമായിട്ടുണ്ട്. അതിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിൽ കുറ്റപത്രം വേണമെങ്കിൽ ഐഷ കേസിൽ നൽകാൻ കഴിയും. കാരണം ബിന്ദു പത്മനാഭൻ ജൈനമ്മ കേസുകളിൽ നിലവിൽ കുറ്റപത്രം നൽകി കഴിഞ്ഞു. പക്ഷേ ഐഷ കേസിൽ അത് നൽകാനായിട്ടില്ല. അങ്ങനെ ഉള്ള ചില കാര്യങ്ങൾ കൂടി അതിനകത്ത് ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ അതിൽ സാക്ഷിമൊഴികളും മറ്റ് സാഹചര്യ തെളിവുകളും മാത്രം കണക്കിലെടുത്ത് പോകാതെ കുറെ കൂടി അതിനകത്ത്, അതായത് എങ്ങനെ കൊന്നു എന്നുള്ള ഒരു വിശദീകരണത്തിലേക്ക് ഇയാൾ ഒരിക്കലും എത്തുന്നില്ല എന്നുള്ളതാണ്. അവിടെ വരുമ്പോൾ സെബാസ്റ്റ്യൻ ബ്രേക്ക് ചെയ്യുന്നില്ല എന്നുള്ളതാണ് അന്വേഷണ സംഘം പറയുന്നത്.
കൊലപ്പെടുത്തിയെന്ന് അയാൾ സമ്മതിക്കുന്നുണ്ട്. പക്ഷേ പരിശീലനം നേടിയ ഒരാളെ പോലെ അതെങ്ങനെ ചെയ്തു എന്നുള്ളത് അയാൾ വിവരിക്കാനായി അന്വേഷണ സംഘത്തിന് മുന്നിൽ ഇതുവരെ തയ്യാറായിട്ടില്ല. അത്തരം കാര്യങ്ങൾ കൂടി അന്വേഷണ സംഘത്തിന് തേടേണ്ടതായുണ്ട്. കാരണം ഒരു കേസിനകത്ത് അത്തരത്തിൽ ഒരു കുറ്റപത്രം അടക്കമുള്ള കാര്യങ്ങൾ നൽകുമ്പോൾ അത്തരം കാര്യങ്ങൾ വിശദീകരിക്കേണ്ടതായുണ്ട്. പക്ഷേ ഇയാളുടെ ഒരു മോഡസ് എല്ലാ കേസുകളിലും സമാനമാണ്. മോഡസും ഒപ്പം തന്നെ അയാൾ ചെയ്തിട്ടുള്ള രീതികളും സംസ്കരിച്ചിട്ടുള്ള രീതികളും ഒക്കെ അയാൾ സമാനമാണ്. സാമ്പത്തിക നേട്ടത്തിന് വേണ്ടിയാണ് സ്ത്രീകളെ അയാൾ കൊലപ്പെടുത്തിയിട്ടുള്ളത്. ഒപ്പം തന്നെ അയാൾ അത്തരത്തിലൊരു സാമ്പത്തിക നേട്ടം ലക്ഷ്യം വെക്കുമ്പോൾ തന്നെ സമൂഹത്തിൽ ഒറ്റപ്പെട്ടു നിൽക്കുന്ന അല്ലെങ്കിൽ ചോദിച്ചു വരാൻ സാധ്യതയില്ലാത്ത സാമ്പത്തികമുള്ള സ്ത്രീകളെ നോക്കി അയാൾ കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്നുള്ളതാണ്. ഇതിൽ അന്വേഷണ സംഘത്തിന്റെ ഒരു വിലയിരുത്തൽ എന്ന് പറയുന്നത് അഭിലാഷ്, നമ്മൾ പുറത്തു കൊണ്ടുവന്ന ഇയാളുടെ പെൺസുഹൃത്തായിരുന്ന റോസമ്മ എന്ന സ്ത്രീ, അവർ തലനാരിഴയ്ക്ക് മാത്രമാണ് ഇയാൾ നിന്ന് രക്ഷപ്പെട്ടു പോയത് എന്നുള്ളതാണ്. അല്ലെങ്കിൽ റോസമ്മ കൂടി ഈ ഭൂമുഖത്ത് നിന്ന് അപ്രത്യക്ഷമായി പോയേനെ. ആ രീതിയിൽ ഉള്ള നീക്കം സെബാസ്റ്റ്യന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു എന്നുള്ള വിവരം ലഭ്യമാകുന്നു. ശരണി സൂചിപ്പിക്കുന്ന പോലെ ഇതിലിപ്പോൾ നമ്മൾ നിരവധിയായ വിവരങ്ങൾ പങ്കുവച്ചതാണ്. അയൽവാസികളുടേത് അടക്കമുള്ള കാര്യങ്ങൾ, കൂത്താട്ടുകുളത്ത് അടക്കമുള്ള സ്ത്രീയുടെ തിരോധാനം ഉൾപ്പെടെ നമ്മൾ പങ്കുവച്ച വിവരമാണ്. അങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ. ഇതിലേറ്റവും നിർണായകമാകേണ്ടിയിരുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ സൂചിപ്പിച്ചതുപോലെ DNA പരിശോധനാ ഫലമായിരുന്നു. അത് പരാജയപ്പെടുന്ന ഒരു സാഹചര്യത്തിലാണ് അല്ലേ ഇപ്പോൾ ഈ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ക്രൈംബ്രാഞ്ചിലേക്ക് അന്വേഷണം പോകണം, അതിൽ ഐഷയുടെ അന്വേഷണവും അതിലേക്ക് പോകണം എന്ന്. ഒരുപക്ഷെ ഈ DNA പരിശോധന നിർണായകമാകും, അതൊരു കച്ചിത്തുരുമ്പായി മാറും, അതൊരു ശാസ്ത്രീയ ഫലം എന്ന നിലയിൽ കൃത്യമായി സെബാസ്റ്റ്യനെതിരായി തെളിവായി മാറുമെന്നൊക്കെ ആയിരുന്നല്ലോ പ്രതീക്ഷ. അതെ, അതൊരു ആ കേസിനകത്ത് ഏറ്റവും നിർണായകമായൊരു ഭാഗം അതായിരുന്നു. പക്ഷെ അത് അയാൾ അതിവിദഗ്ധമായി ആ ശരീര അവശിഷ്ടങ്ങളെ നശിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇവരെത്രയൊക്കെ ന്യായീകരിച്ച് അന്വേഷണ സംഘം പറയുമ്പോഴും ഇയാൾക്ക് കൃത്യമായൊരു പരിശീലനം എല്ലാ കാര്യത്തിലും ലഭ്യമായിട്ടുണ്ട് അഭിലാഷ്. അത് ആദ്യത്തെ ബിന്ദു പത്മനാഭൻ കേസുമായി ബന്ധപ്പെട്ട് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ബിന്ദു പത്മനാഭന്റെ സഹോദരൻ തന്നെ അവർക്കെതിരെ ആരോപണം ഉന്നയിച്ചു. അന്നത്തെ ജില്ലാ പോലീസ് മേധാവിയായിരുന്ന ആളുകൾ, ചേർത്തല DYSP ആയിരുന്ന ആളുകൾ, അവരൊക്കെ തന്നെ സെബാസ്റ്റ്യന്റെ സാമ്പത്തിക നേട്ടത്തിന് മുന്നിൽ വഴങ്ങി അയാൾക്ക് വേണ്ട സഹായങ്ങൾ നൽകിയിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ രീതിയിൽ ഇത് എങ്ങനെ ആദ്യം തന്നെ സെബാസ്റ്റ്യൻ ഈ കേസിനകത്ത് വളരെ കൃത്യമായൊരു രീതിയിൽ പരിശീലിച്ച് നിയമസാധ്യതകളെക്കുറിച്ച് അയാൾ മനസ്സിലാക്കിയാണ് പിന്നീട് ഓരോ കേസുകളിലേക്ക് പോകുമ്പോഴും അയാൾ അതിശക്തനായി മാറുന്നു എന്നുള്ളതാണ്. ഓരോ കൊലപാതകങ്ങൾ കഴിയുമ്പോഴും അയാളുടെ ഒരു കോൺഫിഡൻസ് ലെവൽ വളരെ പെട്ടെന്ന് തന്നെ കൂടുകയാണ്. അത് അയാൾ പിന്നീടും ഇത് ചെയ്യാനുള്ള ഒരു ത്വര ഉണ്ടാക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ ആ രീതിയിൽ ഉള്ള ആളാണ് സെബാസ്റ്റ്യൻ. അയാൾ ബ്രേക്ക് ചെയ്ത് കാര്യങ്ങൾ എടുക്കുക എന്നുള്ളത് അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് വളരെ വലിയൊരു ടാസ്ക് ആണ്. അത് സക്സസ്ഫുള്ളി വിനിയോഗിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ആദ്യം ജൈനമ്മ കേസിൽ ഇയാൾക്ക് അധികം കാര്യങ്ങൾ ഒളിപ്പിക്കാൻ കഴിയാത്ത രീതിയിൽ കാര്യങ്ങൾ കണ്ടെത്താനായിട്ട് അന്വേഷണ സംഘത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ്. അത്തരം കണ്ടെത്തലുകൾ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഐഷയെയും ബിന്ദുവിനെയും താൻ കൊലപ്പെടുത്തി എന്ന് അയാൾ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുള്ളത്. പക്ഷേ ഏത് നിമിഷം വേണമെങ്കിലും മാറാവുന്ന ഉദ്യോഗസ്ഥനാണ്, മാറാവുന്ന കുറ്റവാളിയാണ് അയാൾ. അയാളുടെ വാക്കുകളെ, മൊഴികളെ മാത്രം വിശ്വാസത്തിലെടുത്ത് അന്വേഷണ സംഘത്തിന് പോകാൻ കഴിയില്ല. അതുകൊണ്ട് ഈ കേസുകളെ എല്ലാം ക്രോഡീകരിച്ച് ഒരുമിച്ച് കൊണ്ടുപോയി ഇയാളെ പൂട്ടുന്ന രീതിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. എന്തായാലും ഇയാൾ ഏറ്റുമാനൂർ കേസിനകത്ത് ഇയാൾ കുടുങ്ങിയൊരവസ്ഥ തന്നെയാണ്. കാരണം അതുപോലെ തന്നെ ഫ്രെയിം ചെയ്തിട്ടുണ്ട് അന്വേഷണ സംഘം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവർ അത്ര സമഗ്രമായ ആഴത്തിൽ പോയി ഇയാളെ കുരുക്കുന്ന രീതിയിൽ തന്നെ കാര്യങ്ങൾ കണ്ടെത്താൻ കഴിയുന്നുണ്ട്. അപ്പോഴും ബാക്കിയുള്ള സ്ത്രീകൾക്ക് നീതി കിട്ടാൻ നിൽക്കുന്നു. 2 സ്ത്രീകൾ അവർ കൊല ചെയ്യപ്പെട്ടു എന്നുള്ളത് പോലീസ് തന്നെ സ്ഥിരീകരിക്കുന്നു. 2 സ്ത്രീകൾ എവിടെ എന്നതിന് ഒരു ഉത്തരവും ആർക്കും നൽകാൻ കഴിയാതെ ഈ സമൂഹത്തിൽ നിൽക്കുന്നു. അങ്ങനെ നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ കൊടും ക്രൂരനായ ഒരു കുറ്റവാളിയാണ് ഇയാൾ. പക്ഷേ കുറേ നാളുകളായി സെബാസ്റ്റ്യനുമായി ബന്ധപ്പെട്ട് അന്വേഷണ സംഘം ഇടപഴകി വരുന്നു. അയാളെ കുറെ കൂടെ പഠിക്കാനായി അവർ ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയും അയാളെ കസ്റ്റഡിയിലേക്ക് കിട്ടാൻ, ക്രൈംബ്രാഞ്ചിന് ഈ കേസ് പോയി കസ്റ്റഡിയിലേക്ക് കിട്ടാൻ സാഹചര്യമുണ്ടെങ്കിൽ കൂടുതൽ വിവരങ്ങൾ, ഞെട്ടിക്കുന്ന വിവരങ്ങൾ അയാളിൽ നിന്ന് തേടാനാകും എന്ന് തന്നെയാണ്. കാരണം എങ്ങനെ കൊലപ്പെടുത്തിയെന്ന് സെബാസ്റ്റ്യൻ ഇതുവരെ ആരോടും തുറന്ന് സമ്മതിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായാലും ജൈനമ്മയുടെ കേസ്, അതായത് ജൈനമ്മ കേസിൽ ഏതാണ്ട് പൂർണ്ണമായും അന്വേഷണ സംഘത്തിന് വിജയത്തിലേക്ക് എത്താൻ പറ്റും എന്ന് വേണമല്ലോ നമുക്ക് ഇപ്പോഴത്തെ ഈ ശാസ്ത്രീയ പരിശോധനാ ഫലം കൂടി പുറത്തു വരുമ്പോൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെയല്ലേ ശരണ്യ?
ജൈനമ്മ കേസിനകത്ത് DNA സാമ്പിളുകൾ പരിശോധിച്ചപ്പോൾ കൃത്യമായി അവർക്ക് DNA കണക്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ജൈനമ്മയുടേതാണ് ആ ബ്ലഡ് സ്റ്റെയിൻസ്, ആ രക്തക്കറകളാണ് അതിനകത്ത് ഏറ്റവും ഗുണകരമായി അന്വേഷണ സംഘത്തിന് മാറി അവിടുന്ന് ഫോറൻസിക് വിഭാഗം ശേഖരിച്ച രക്തസാമ്പിളുകളാണ് ഗുണകരമായി അവർക്ക് ഉപയോഗിക്കാൻ കഴിഞ്ഞത് എന്നുള്ളത് ആ കേസിൽ പ്രധാനപ്പെട്ടാണ്. അതിനപ്പുറത്തേക്ക് അതിനകത്ത് ജൈനമ്മ കേസിനകത്ത് കുറെ കൂടി തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭ്യമായിരുന്നു. അതിൽ പ്രധാനപ്പെട്ടതായി ഉണ്ടായിരുന്നത് ഈ സെബാസ്റ്റ്യൻ പണയം വെച്ച സ്വർണം, അത് ഈ കൊലപാതക ദിവസം തന്നെ ഇയാൾ പണയം വെച്ചിട്ടുണ്ട് എന്നുള്ളത് സ്ഥിരീകരിക്കാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞു. അവിടെ നിന്നും അത് ജൈനമ്മയുടെ സ്വർണ്ണമാണ് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ സ്വർണം പണയം വെക്കാൻ അയാൾ മനോജ് എന്നുള്ള ഓട്ടോ ഡ്രൈവറുടെ സഹായം തേടിയിട്ടുണ്ട്. ഒപ്പം മനോജ് പോലീസിനോട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ മനോജ് ഈ വീട്ടിൽ സെബാസ്റ്റിനെ കൂട്ടിക്കൊണ്ടുവരാൻ ചെന്ന ദിവസം അകത്ത് ജൈനമ്മയുടെ ബോഡി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. അപ്പോൾ ആ രീതിയിൽ കൃത്യമായി മനോജ് ഇത് പണയം വെച്ച ഇടം അപ്പോഴും മനോജിനെ കൊണ്ടാണ് അയാൾ പണയം വെപ്പിച്ചിരിക്കുന്നത്, ഡയറക്റ്റ് അല്ല സെബാസ്റ്റ്യൻ അത് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതീവ ശ്രദ്ധയോടെ ഒരു ക്രൈമിനെ നോക്കി കാണുകയും അത് ചെയ്യുകയും അതിനെ ഒളിപ്പിക്കാനുള്ള എല്ലാ കാര്യങ്ങളും അയാൾ വളരെ വിദഗ്ധമായി ചെയ്യുകയും ചെയ്തൊരു കുറ്റവാളിയാണ്. അപ്പോൾ ഇത് നേരത്തെ പറഞ്ഞ അന്വേഷണ സംഘം പറഞ്ഞതുപോലെ തന്നെ ശാസ്ത്രീയ പരിശോധനകൾക്ക് പോലും അയാളെ ഒരു ഘട്ടം കഴിഞ്ഞാൽ അയാളെ പുറത്തേക്ക് കൊണ്ടുവരാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നുണ്ട്. അപ്പോൾ അതിനെയൊക്കെ ഇനി വളരെ സൂക്ഷ്മതയോടെ ജൈനമ്മ കേസ് സെബാസ്റ്റ്യനെ കൊടുക്കാൻ അന്വേഷണ സംഘത്തിന് ആയിട്ടുണ്ട് എന്ന് തന്നെയാണ് അവർ കരുതുന്നത്. അത് കോട്ടയത്തെ ക്രൈംബ്രാഞ്ച് സംഘം, സാജൻ സേവന്റെ നേതൃത്വത്തിലുള്ള സംഘം അത് വളരെ ഭംഗിയായി കൈകാര്യം ചെയ്തിട്ടുണ്ട്. പക്ഷേ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ കാലപ്പഴക്കമാണ് ആലപ്പുഴയിലെ ടീമിനെ ഏറ്റവും അധികം അലട്ടുന്ന കാര്യം. കാരണം ബിന്ദു കാണാതാകുന്നത് 2006 ബിന്ദു കൊല്ലപ്പെട്ടു എന്ന് അന്വേഷണ സംഘം വിലയിരുത്തുന്നത്. തിരിച്ച് ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഐഷ 2013. ഈ കാലപ്പഴക്കം തന്നെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥരെ അത്രേ കാലം ഇയാൾ ഇതിനെ എങ്ങനെ പ്രതിരോധിക്കാമെന്ന് പ്രാപ്തരായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു സംഭവം തന്നെയാണ് അവരെ ഏറ്റവും അധികം കുഴയ്ക്കുന്നത്. യെസ്, എന്തായാലും ഏറ്റവും നിർണായകമാകാൻ പോകുന്നത് ശാസ്ത്രീയമായ പരിശോധനാ ഫലം തന്നെയാണ്. അവിടെയാണ് ജൈനമ്മയുടെ മൃതദേഹം എന്ന തെളിവിലേക്ക് എത്തുന്നത്. അതേസമയം മറ്റു മൃതദേഹങ്ങൾ, അവശിഷ്ടങ്ങൾ, അത് ബിന്ദു പത്മനാഭൻ്റേതോ ഐഷയുടേതോ എന്ന് സ്ഥിരീകരിക്കാൻ പറ്റുന്നില്ല. അത് പരിശോധനയ്ക്ക് വിധേയമാക്കാൻ പറ്റുന്ന സാഹചര്യത്തിലായിരുന്നില്ല എന്നതുകൊണ്ടാണ് ആ പഴുതുകളിലൂടെ അദ്ദേഹം രക്ഷപ്പെടുമോ, അങ്ങനെയെങ്കിൽ ഈ മൃതദേഹ അവശിഷ്ടങ്ങൾ ആരുടേത്, അത് ഐഷയുടെയും ബിന്ദുവിൻ്റേതും തന്നെയല്ലേ എന്നത് ചോദ്യമൊക്കെ നിലനിൽക്കുന്നുണ്ട്. അവിടെയാണ് ഐഷയുടെ മരണവും ക്രൈംബ്രാഞ്ച് അന്വേഷിക്കട്ടെ എന്ന ഒരു നിലപാടിലേക്ക് ലോക്കപ്പ് പോലീസ് എത്തി നിൽക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.